നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും ചോദിക്കാറുണ്ട് എന്താണ് ഈ സബർജല്ലിയും സാധാരണ പേരും തമ്മിലുള്ള വ്യത്യാസം എന്ന്. അപ്പോൾ നമ്മൾ രണ്ട് പേരും കാണിക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല. സബർജല്ലി എന്ന് പറയുന്നത് ഏഷ്യൻ പെയറും സാധാരണ പേര് യൂറോപ്യൻ പെയറുമാണ്. അതിൻ്റെ ടേസ്റ്റിലും അതിൻ്റെ ഇലയുടെ ഷേപ്പിലുമൊക്കെയാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ഇതൊരു സാധാരണ പെയറാണ്, ഇതൊരു യൂറോപ്യൻ പെയറാണ്. അതിൻ്റെ ഒരു ഫ്രൂട്ട് ഞാൻ പറിച്ച് കാണിക്കാം. അതിൻ്റെ ഒരു ഇല പറിക്കാം. ഇതാണ് സാധാരണ പെയർ. ഈ സാധാരണ യൂറോപ്യൻ പെയറുകൾ കുറച്ചും കൂടെ എലോങ്ങേറ്റഡ് ആയിരിക്കും, അതിൻ്റെ ഇല വളരെ ചെറുതായിരിക്കും. ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ സബർജിൽ കാണിച്ചു തരാം. ഇവിടെ സബർജിലിൻ്റെ ഇലകൾ ഭയങ്കര വലിപ്പമുള്ളതാണ്, ഇത്രയും വലിപ്പമുണ്ട്. ഒരു സാധാരണ പെയറിൻ്റെ ഇലയും ഒരു സബർജിലിൻ്റെ ഇലയും കണക്കുണ്ടോ, അത്രയും വ്യത്യാസമുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഇത് ഒരു സബർജിലാണ്, ഇതൊരു സാധാരണ പെയറാണ്. രണ്ടും പെയർ തന്നെയാണ്. ഇത് ഏഷ്യൻ പെയർ അല്ലെങ്കിൽ സബർജിൽ, ഇത് യൂറോപ്യൻ പെയർ. അപ്പോൾ ഇത് നമ്മളിത് കട്ട് ചെയ്ത് കാണിക്കാം. ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. സാധാരണ യൂറോപ്യൻ പെയറാണ് ടേസ്റ്റ് കൂടുതൽ, കുറച്ചുകൂടെ നല്ല ഷുഗർ കണ്ടൻറ്റ് കൂടുതലൊക്കെ ഇതിലാണ്. ഇതിന് സ്റ്റോറേജ് ചെയ്യാനുള്ള ഈ സമയം കുറവാണ്. അപ്പം നമുക്ക് ഷെൽ ലൈഫ് വളരെ കുറവാണ് ഈ നമ്മുടെ സബർജില്ലിക്ക്. സബർജിൽ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതുണ്ടോ, ഒരു വാട്ടറി ടേസ്റ്റാണ് ഇതിൽ കൂടുതലുള്ളത്. കട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം രണ്ടും ഒരുപോലെ ഇരിക്കും. കൈ കളയില്ലാന്ന് തോന്നുന്നു. കണ്ടോ, ഇത് ഇത് യൂറോപ്യൻ പെയർ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ടേസ്റ്റ് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ വാട്ടയാണ്, ഇത് നല്ല ഒരു 100 കൂടുതലാണെന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റാണ് സാധാരണ പെയറിന് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പെയറും സബർജില്ലിയും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഏഷ്യൻ പെയർ, മറ്റേത് യൂറോപ്യൻ പെയർ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം.